I invite the director, G. Mathan sir, to please take the traditional now. Thank you so much. I request all the guests to please get back to their seats. I can request you, Arjun Ashok, to please join me on stage. I request the very respected Anish Ashok to please join me on stage. You know, Malayalam and Indian cinema and first time I request. Okay. We're waiting a big round of applause, ladies and gentlemen. We are unveiling the music CD of Autumn Thullal. Oru Thani Nadan Thullal, yes. Yes, Autumn Thullal, the audio CD. A big round of applause, ladies and gentlemen. Thank you. Thank you so much. Yes, Arjun Chetta. Arjun Chetta, Manna City Kendale Nendu Vaakku Parayade Poyirudhu. അടിപൊളി. അച്ഛനെ സ്റ്റേജിൽ എടുത്തിട്ട് എന്താ പറയാ, വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്കൊരു ഗസ്റ്റ് ആയിട്ട് ഒരിക്കലും തോന്നണില്ല. വിഷ്ണു ചേട്ടനായാലും ഷാജേട്ടനായാലും ബാദുക്കെ ആയാലും ടിനി ചേട്ടനായാലും എല്ലാവരും, ബിനി ചേട്ടനായാലും, പിന്നെ അത് സ്ക്രീനിലെ തന്ത, ഇത് സ്വന്തം തന്ത. അപ്പൊ വളരെയധികം സന്തോഷം. വൻ സക്സസ്ഫുൾ ആവട്ടെ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടങ്ങൾ കാണാൻ ശ്രമിക്കുക മാക്സിമം. അതിന്റെ ഒരു സുഖം അതാണല്ലോ. OTT വരുമ്പോ പിന്നെയും കണ്ടോ. അപ്പൊ അത് അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. Thank you so much, sir. Yes. Next, very important ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസിനെ നമ്മളിവിടെ ഓണർ ചെയ്യാൻ പോവുകയാണ്. Yes, with great respect, let me invite Harish Yeshwan onto the stage, please. And also, Polly Wilson Jeji to please join me on stage. To do the honors, I invite Mohanan Nellikattu, the producer of the movie. Harish Yeshwan sir, for completing 40 years in Malayalam cinema. 4 decades. Wow, what an achievement. എന്തോരം നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് മിന്നി മറിഞ്ഞു പോവുകയാണ് അല്ലേ. അമേസിംഗ് പെർഫോമർ. നമുക്ക് വളരെ ടെൻഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഹരിഷ് യശോവൻ സർ കോമഡി എന്നൊന്ന് യൂട്യൂബിൽ ഇട്ടാൽ മതി, ചില്ലാണ് പിന്നെ. സോ താങ്ക് യു സോ മച്ച് ഫോർ സച്ച് അമേസിംഗ് ക്യാരക്ടേഴ്സ്. ആൻഡ് പോളി ചേച്ചി, ചില ക്യാരക്ടേഴ്സ് കൊണ്ട് നമ്മളെ അങ്ങ് എന്താ പറയാ, നമ്മളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഭയങ്കര ഡീപ്പായിട്ട്. യെസ്, അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ് 2017 and 2022. താങ്ക് യു സോ മച്ച് ചേച്ചി. ഐ ഇൻവൈറ്റ് മോഹൻ സർ ടു പ്ലീസ് ഓണർ ദം. Yes, please honor them, Harish Yeshwan sir, with the ceremonial shawls. Forty years, 40 varsham. Yes, it's a long time, alle. Yes, next, Polly Jeji, please receive the ceremonial shawl. 2 state award. Wow. All right, thank you so much, sir. Mohan sir, ഒന്ന് വെയിറ്റ് ചെയ്യൂ. സർ പ്രൊഡ്യൂസർ, എന്നാണ് പറയാനുള്ളത്? തിയേറ്ററിലേക്ക് എത്താണ് August 7th സിനിമ. August 7th എന്നെ വിളിച്ച് നമുക്കത് ഓക്കെ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തിയത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ മാർത്താണ്ഡനിലേക്ക് എത്താനൊരു കാരണമുണ്ട്. എന്താ വെച്ചാൽ, പണ്ട് മാർത്താണ്ഡന്റെ ഒരു അഭിമുഖത്തിൽ മാർത്താണ്ഡൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ എനിക്കും എൻ്റെ അമ്മക്കും ഒന്നിച്ചിരുന്ന് കാണണം, അങ്ങനെ ഒരു സിനിമ മാത്രമേ ഞാൻ എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധായകന്റെ അടുത്ത് ഞാൻ എത്തിപ്പെട്ടാൽ തീർച്ചയായും ആ സിനിമ സക്സസ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ മാർത്താണ്ഡനായിട്ട് എൻ്റെ കഥ
കൊണ്ട് പോയത്. പക്ഷെ അന്നത് നടന്നില്ല. നടക്കുമായിരിക്കും. അത് പിന്നെ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മളോട് സഹകരിച്ച ഒരു വ്യക്തിയുണ്ട്. അത് എവിടെ ഉണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഓടി നടക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് ഹിരൺ എന്നാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ മാത്രമല്ല, എനിക്ക് അയാളോട് കാണുമ്പോൾ തന്നെ എനിക്കൊരു അഭിമാനം തോന്നുന്നു. എന്താ വെച്ചാൽ ഇത്രയും ആത്മാർത്ഥമായി ഒരു സിനിമയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ മലയാള സിനിമയിൽ ചിലപ്പോൾ ഞാൻ കണ്ടില്ല. പക്ഷെ എനിക്ക് കൂടുതൽ സിനിമയായിട്ട് ചെയ്തിട്ടൊന്നും പരിചയമൊന്നുമില്ല. ആകെ 2 സിനിമ ചെയ്ത പരിചയമുള്ളൂ. പക്ഷെ ആദ്യത്തെ സിനിമ കൺട്രോളറും എന്നോട് ആത്മാർത്ഥമായി സഹകരിച്ചിരുന്നു. പക്ഷെ ഇത് ഇത്രയും നന്നായിട്ട് ഒരു ചെയ്യുന്ന, ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചെയ്യുന്ന ആളോട് ഞാൻ എൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതുമാത്രമല്ല, ഈ ഓട്ടം തുള്ളലിൽ സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റും, 3 ആർട്ടിസ്റ്റ് എല്ലാവരും വളരെ നിഷ്കളങ്കരായ ഒരാളാണ്. എല്ലാവരും എന്നോട് ഭയങ്കരമായിട്ട് സഹകരിച്ച ആൾക്കാരാണ്. ഒരാളെടുത്തും എനിക്ക് തിക്തമായിട്ട്, അതായത് വിപരീത രീതിയിൽ ഒരു ഇതും ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും എന്നോട് നല്ല സഹകരണമായിരുന്നു. അവരോട് എല്ലാവരും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഏതൊരാൾ ഇതൊരു ചായ കൊണ്ടു കൊടുക്കുന്ന ആൾ പോലും അത്രയും സത്യസന്ധതയോടും കൃത്യനിഷ്ഠയോടും കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ സിനിമ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലത്തെ ഒരു അവസരം ഇനി ഉണ്ടായിരുന്നില്ലെങ്കിലും ഇതെനിക്ക് എന്നും ഓർമ്മിക്കാനുണ്ടാവും. അതുപോലെ രഘുനാഥ് പലേരി സാർ എന്ന വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് പോലും ഇത്രയും വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ തന്നെ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അദ്ദേഹത്തിന്റെ ഒറ്റൊരു സിനിമ മതി. ഏത് 1 മുതൽ 0 വരെ എന്ന സിനിമ. അദ്ദേഹം ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യും, ഒരുപാട് സിനിമകൾ തിരക്കഥ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്നും സിനിമയെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് രഘുനാഥ് പലേരി സാറിനെ എന്നും ഓർമ്മിക്കാൻ ആ ഒറ്റ സിനിമ. ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സിനിമയോട് ഭയങ്കര സ്നേഹം. ആ സിനിമയുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണം. ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങളെ ഈ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനുള്ളിൽ ഇത്രയും പ്രസംഗിക്കാൻ, ഇത്രയും വർത്തമാനം പറയാൻ കഴിഞ്ഞതിനും എനിക്ക് വളരെ അഭിമാനമുണ്ട്. അതിന് എനിക്ക് ഒരു കാരണക്കാരനായ മാർത്താണ്ഡനോട് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. അതുപോലെ എന്നോട് ഈ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിന്റെ പേരിൽ എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു. അമേസിംഗ് ടീച്ചർ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പ്ലേ ചെയ്യാം. ഫൺ ഫിൽ ടീച്ചർ. ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയുടെ ടീസർ ലോഞ്ച് ചെയ്യുന്നതും ഇങ്ങനെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാല്, സിനിമയെ സ്നേഹിക്കുന്ന ഒരു നിർമ്മാതാവാണ് ഞാനെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ് ഈ പ്രൊഡക്ഷൻ മൊത്തം. പിന്നെ മാർത്താണ്ഡൻ, അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഡോക്ടറായിട്ട്. ഒറ്റ ദിവസം കൊണ്ട് MBBS പഠിച്ച് പാസ്സായി വന്നിട്ടാണ് ഞാൻ ആ റോള് ചെയ്തത്. ഒരു സർജനായിരുന്നു. കുഴപ്പമില്ലാതെ സർജറി നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഹരിശ്രീ അശോകന്റെ അടുത്ത് മകന് നീട്ടിവെച്ച സീറ്റിലാണ് ഞാൻ ഇരുന്നത്. അതൊരു ഭാഗ്യമാണ്. ഒരുപാട് സന്തോഷം. ഈ പടം മഹാവിജയമാകട്ടെ എന്ന് ഞാനും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു സോ മച്ച് സർ ഫോർ ദാറ്റ് കൈൻഡ് വേർഡ്സ്. നെക്സ്റ്റ്, ഈ പടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് അമേസിംഗ് സോങ്സ്. ഫസ്റ്റ് സോങ് ലോഞ്ച് ചെയ്യാനായി I invite Rahul Raj, the music director, to please join me on stage. Oh, what a beautiful song. Rahul ji, എങ്ങനെയായിരുന്നു ഈ ഒരു മൂവി? മോസ്റ്റ് റിവേർഡ് രഘുനാഥ് പലേരി സർ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, നമ്മുടെ എല്ലാവരും, ബാധുക്ക ഉൾപ്പെടെ, എവറിബഡി, താങ്ക് യു ഫോർ ദിസ് ഈവനിങ്. ഏറ്റവും താങ്ക്സ് പറയേണ്ടത് നമ്മുടെ മാർത്തൂണിന്റെ അടുത്താണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി പരിചയപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടർ മാർത്താണ്ഡനാണ്. അൻവർ ഒരു ദിവസം ഒരു ഹോട്ടലിലേക്ക് എന്നെ കൊണ്ട് ഒരാളെ പരിചയപ്പെടുത്താറുണ്ട് എന്ന് പറഞ്ഞിട്ട്, ചോട്ട മുംബൈ പ്രീ പ്രൊഡക്ഷൻ ടൈമില്. അന്ന് മാർത്തോ ഒരു കുറെ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുന്നതും ചാർട്ട് ചെയ്യുന്നതൊക്കെ കണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. അസോസിയേറ്റ് ഡയറക്ടറുടെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടെന്നുള്ള അറിയാത്ത ഒരു കാലം. അപ്പൊ ഞാൻ അൻവറിനോട് അൻവറെ, എന്താണ്, ഹൂ ഇസ് ദിസ് ഗൈ? ഈ മാർത്തോണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു ടെൻഷനും ഇല്ല, ദാറ്റ് ഇസ് മാർത്താണ്ഡൻ. അപ്പോ അതില് ഇറങ്ങാതെ പോയൊരു, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാതെ പോയൊരു പാട്ടുണ്ടായിരുന്നു, പൂനില മഴ നനയും. അത് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ അൻവറിനോടത്ത് എപ്പോഴും
നിർബന്ധിച്ചുകൊണ്ടിരുന്നത് മാർത്താണ്ഡനാണ്. അപ്പൊ എൻ്റെ ഒരു അൺഒഫീഷ്യൽ PR ആയിട്ട് അന്ന് മുതലേ ഉള്ളൊരു കക്ഷിയാണ്. അപ്പൊ ഇപ്പോഴാണ് പക്ഷെ നമുക്കൊരു സിനിമയിൽ എപ്പോഴും പ്രവർത്തിക്കെങ്കിൽ കുറെ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക്, അല്ലെ, അങ്ങനെയാണല്ലോ. അപ്പോ അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സിനിമയിൽ ഒരുമിക്കാൻ പറ്റിയത്. എന്നാണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ വരയ്ക്കാനും എഴുതാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ബിനു, ഇത് സംവിധാനം ചെയ്ത മാർത്തി, ഇവരെല്ലാരും കൂടെ നമുക്ക് തന്നൊരു പ്രതലത്തിലാണ് നമുക്ക് സംഗീതം ഇതിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ മൈ ടീം ഫോർ ദിസ് പ്രോജക്റ്റ്. എൻ്റെ കൂടെ നിന്ന് എല്ലാവരും, എൻ്റെ കൂടെ എഴുതിയ ലിറിസിസ്റ്റുകൾ ഹരിനാരായണൻ, ധന്യ സുരേഷ്, മുത്തുവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ കൂടെ വർക്ക് ചെയ്ത പാട്ടുകാർ, വൈക്കം വിജയലക്ഷ്മി നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ദ മോസ്റ്റ് ബ്ലെസ്ഡ് സിംഗർ. വൈക്കം വിജയലക്ഷ്മിയാണ് ഇപ്പൊ ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇനി അത് പാടുന്നുണ്ടോ? 4 വരി ഉണ്ടോ? ഓക്കെ. ഇപ്പൊ വേണ്ട, പറയാം. റെഡിയാണ്, എപ്പോ വേണമെങ്കിലും റെഡിയാണ് വൈക്കം പാടാൻ വേണ്ടി. വൈക്കം വിജയലക്ഷ്മി, അതുപോലെ പ്രണവം ശശിചേട്ടൻ പാടിയിട്ടുണ്ട്, വിദ്യാധരൻ മാഷ് പാടിയിട്ടുണ്ട്. മാർത്താണ്ഡന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, എനിക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ട് രാഹുല്, എനിക്ക് കുറച്ച് ആളുകൾ ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും പാടണം. അത് എങ്ങനെയാണെന്നുള്ളത് രാഹുൽ തീരുമാനിച്ചു, എന്നാലേ എനിക്കൊരു മനസ്സുഖം ഉണ്ടാവുള്ളൂ. അപ്പോ ഇതെങ്ങനെ ഇൻകോർപ്പറേറ്റ്, എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഒരു ക്ലാസ് ഉള്ള, ഒരു എസ്തെറ്റിക്സ് ഉള്ള, അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതിൽ പാടണം, പ്രവർത്തിക്കണം എന്നായിരുന്നു മാർത്തുവിന്റെ ഏക ആവശ്യം. വേറെ ഒരു കാര്യത്തിലും മാർത്തു ഇടപെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ എല്ലാവരും, ഇത്രയും ആളുകളൊക്കെ എനിക്ക് ഇതിൽ ഒരുമിപ്പിക്കാൻ പറ്റി. ഇറ്റ്സ് കം ഔട്ട് ആസ് എ വെരി ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ, ബ്യൂട്ടിഫുൾ ആൽബം. എന്തായാലും താങ്ക് യു ഫോർ ദിസ് ഈവനിങ്, താങ്ക് യു ഫോർ ദിസ് മൂവി. ആൻഡ് ഹിരൺ എവിടെ? ഞാൻ ഹിരന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് ഹിരൺ മാർത്താണ്ഡൻ എന്നാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹിരൺ, ഈ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ, മോഹനചേട്ടനെ ഒരു ശല്യം ഉണ്ടായി. ഞാൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, കുറച്ചും കൂടെ പൈസ എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അപ്പോ ഈ ഹിരൺ ആണ് ഇതുപോലെ തന്നെ എൻഡ് ടു എൻഡ് നമ്മുടെ കൂടെ നിൽക്കുകയും, ഇന്നലെ പോലും ഈ ഫയൽസ് അപ്ലോഡ് ചെയ്യാനും, അത് ശരിയായോ ഇത് ശരിയായോ, ഐ വാസ് തിങ്കിങ്, ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് നിങ്ങൾ നമ്മൾ ആക്ടേഴ്സ് എല്ലാവരും പോകും, അത് കഴിഞ്ഞ് ഡബിന് വരും, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻകാർ അതിൽ ഉൾപ്പെടും. ഇതെല്ലാം കഴിഞ്ഞാലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരുപക്ഷെ ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാലും വർക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഒരുപക്ഷെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയെ നിലനിർത്തുന്നതെന്ന് തോന്നുന്നു. എനിവേസ്, താങ്ക് യു ഫോർ ദിസ് ഈവനിങ്, താങ്ക് യു എവറിബഡി, താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്. I request you to please stay back, sir. I request. വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. അപ്പൊ എന്റെ തുടക്ക ചിത്രങ്ങൾ തൊട്ട് ഞാൻ അവരെ പാടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ എന്റെ സംഗീത സംവിധായകരൊക്കെ ആ പിച്ച് എന്നൊക്കെ പറഞ്ഞത് ഉഴപ്പി വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ പടം മഹാറാണിയുടെ ക്ലൈമാക്സ് സോങ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വൈക്കം വിജയലക്ഷ്മിയെ കൊണ്ട് പാടിക്കാനായിട്ട്. അപ്പൊ ഗോവിന്ദ് വസന്തായിരുന്നു മ്യൂസിക്. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, ഹൈ പിച്ചാണ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അപ്പൊ ഞാൻ ആദ്യം രാഹുലിനോട് പറഞ്ഞു, രാഹുലെ ഹൈ പിച്ച് പറഞ്ഞ് എന്നെ ഒഴിവാക്കരുത്, വൈക്കം വിജയലക്ഷ്മി പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാഹുൽ സമ്മതിച്ചു. അപ്പൊ ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കും, ഇതാണോ വൈക്കം വിജയ്? താനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പാട്ട് എനിക്ക് കമ്പോസ് ചെയ്ത് തന്നു. ഗംഭീരമായ ഒരു പാട്ടായിരുന്നു. കറക്റ്റ് സിറ്റുവേഷനിലാണ് ആ സോങ് വരുന്നത്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പാട്ടാണ്. എൻ്റെ പ്രിയ സുഹൃത്തായ ഹരിനാരായണനാണ് ആ പാട്ട് എഴുതിയത്. ഹരിനാരായണൻ അറിയാം, ഒരുപാട് പാട്ടുകൾ എഴുതിയൊരു വലിയ ലെജൻഡാണ്. അവനെന്തൊരു മരണം കാരണം വരാൻ പറ്റിയില്ല. എൻ്റെ എല്ലാ പടത്തിലും പാട്ട് എഴുതുന്നതാണ്. ഈ പാവാടയിലൊക്കെ സൂപ്പർ ഹിറ്റ് സോങ്ങുകളൊക്കെ അവനാണ് എഴുതിയിരിക്കുന്നത്. ജോണിയില് അങ്ങനെ ഒത്തിരി എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എഴുതി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരാൻ പറ്റിയില്ലെങ്കിൽ അവൻ എഴുതിയ പാട്ടാണിത്. എനിക്ക് ഒരു 4 ലൈൻ ഇത് വൈക്കം വിജയലക്ഷ്മി പാടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് വന്ന് പാടിയാൽ വലിയ സന്തോഷം. ഞങ്ങള് നമസ്കാരമുണ്ടേ. വളരെ സന്തോഷമുണ്ട് ഓട്ടം തുള്ളൽ എന്നുള്ള ഈ ചിത്രത്തിൽ. അതായത് രാഹുൽ സാർ ആദ്യം ചോദിച്ചു, ബിയിലാണ് കമ്പോസ് ചെയ്യണത്, അപ്പൊ ഇത്രയും സ്ഥായി ഒക്ടേവ് പോകുമോ എന്ന് ചോദിച്ചു. പാടി നോക്കിയപ്പോ പോയി, അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ലായിരുന്നു, സ്ട്രെയിൻ ഇല്ലാണ്ട് പാടാൻ പറ്റി. ഫോണിൽ ആദ്യം വിളിച്ചു പറഞ്ഞു, അല്ലേ രാഹുൽ സാറേ? അപ്പൊ സാറ് പാട്ട് അയച്ചു തന്നു, ഞാൻ കേട്ട് പഠിച്ചു. അങ്ങനെ എന്നിട്ട് എറണാകുളത്ത് റെക്കോർഡ് ചെയ്ത് നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല രസകരമായ. സാറിന്റെ 3ാമത്തെ സിനിമയല്ലേ ഞാൻ പാടുന്നേ? 1 മുത്തുകവ്, പിന്നെ ഇടി, ഇത്
അപ്പൊ വളരെ സന്തോഷം ഈ ഓഡിയോ ലോഞ്ചിങ്ങിന് എനിക്ക് വരാൻ സാധിച്ചതിൽ. എല്ലാത്തിനും ഈശ്വരന് നന്ദി പറയുന്നു. എന്നെ പാടിച്ച രാഹുൽ രാജ് സാർ, ഡയറക്ടർ മാർത്താണ്ഡൻ സാർ, പ്രൊഡ്യൂസർ മോഹൻ സാർ, ഹരിനാരായണൻ സാർ, പിന്നെ അഭിനേതാക്കൾ എല്ലാവർക്കും നന്ദി കേട്ടോ. പിന്നെ രഘുനാഥ് പാലേരി സാറുണ്ട്, ഞാനൊക്കെ ഉണ്ട്, ഹരിശ്രീശോൻ ചേട്ടനുണ്ട്, വിജയരാഘവൻ സാർ വന്നില്ലേ? ആ നാളെ അയ്യോടാ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വരുമോന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ ആരൊക്കെയുണ്ട്? ഹരിശ്രീശോൻ ചേട്ടനുണ്ട്, പൗളി ചേച്ചിയുണ്ട്, ഷാജോൺ ചേട്ടാ. എന്നാണ്ട് വിശേഷം? എന്റെ പൊന്നോ, ആ നമ്മുടെ ആകാശമുട്ടായിൽ എന്റെ പൊന്നോ, ഓ ഓ പൊന്നോ, എന്തായിരുന്നു, എല്ലാം സൂപ്പറായിട്ട്. ഷാജോൺ ചേട്ടനും അപ്പൊ എല്ലാ അഭിനേതാക്കൾക്കും, ഇതിന് പ്രവർത്തിച്ച ഹിരൺഭായിക്ക് നന്ദി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. അപ്പൊ പാടല്ലേ? കൂടണേ ചേട്ടാ, കൂടണേ. ടൈമിങ് മരം കൊത്തി വേഗത്തിൽ മനം കൊത്തി നീറുന്ന് തുയിര, മരം കൊത്തി വേഗത്തിൽ മനം കൊത്തി നീറുന്ന് എൻ തുയിര, ചാവുനിലം കാത്തേ ചേക്കു കനൽ ചോത്തേ, കാലം കോഴി കൂവുന്നെന്താണ്ടോ, പ്രാണം കത്തും ചെത്തം എങ്ങോ എങ്ങാണ്ടോ, നാളും പത്തും എണ്ണും ആരാണ്ടോ, ആവോ ആരാണ്ടോ, വന്നേ കൊമ്പിലം പോറ്റി ചെമ്മേ പൂത്തു പാച്ചോറ്റി, ചെന്നേ കാണടി മാറ്റാത്തി അയ്യാ പുകില്, കണ്ടം പൂട്ടി വച്ചേത്തി കോലം നാട്ടി കണ്ണേറ്റി, വാവും വേവലും പോയേണ്ടി ഒയ്യോ പൊരുളോ, മരം കൊത്തി വേഗത്തിൽ മനം കൊത്തി നീറുന്നു തുയിര, ചാവുനിലം കാത്തേ ചേക്കുകനൽ ചോത്തേ, കാലം കോഴി കൂവുന്നെങ്ങാണ്ടോ, പ്രാണം കത്തും ചെത്തം എങ്ങോ എങ്ങാണ്ടോ, വന്നേ കൊമ്പിലം പോറ്റി ചെമ്മേ പൂത്തു പാച്ചോറ്റി, ചെന്നേ കാണടി മാറ്റാത്തി അയ്യാ പുകില്, കണ്ടം പൂട്ടി വച്ചേത്തി മനം നാട്ടി കണ്ണേറ്റി, വാവും വേവലും പോയേണ്ടി ഒയ്യോ മുരുളോ. Thank you. Thank you. Ladies and gentlemen, that was Vaikom Vijayalakshmi for you. Thank you so much. ഇത് മൈനസ് അല്ലല്ലോ, ഒറിജിനൽ അല്ലേ? അല്ലേ? ഇപ്പൊ കേട്ട പോലെ തന്നെ അല്ലേ? ഇതാണ് വൈക്കം വിജയലക്ഷ്മി. Thank you. എക്സാക്ട് റെക്കോർഡ് പോലെ തന്നെ. Thank you. ശരിക്കും പാടിയോ? ഞാൻ പാടിയായിരുന്നു. Thank you so much. I request you all to please get back to the seat. സാറേ താങ്ക് യു. Yes, moving on to the next song. Yes, തീയെ തലേ. നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട്.
നമ്മുടെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു ഓഡിയോ ലോഞ്ചും അതുപോലെ ട്രെയിലർ ലോഞ്ചും ഒക്കെ നടന്നതിൽ എനിക്ക് തോന്നുന്നു മാർത്തണ്ഡൻ കുറച്ച് കൂടുതൽ ബ്രില്യൻസ് ഇന്ന് കാണിച്ചു വന്നു. കാരണം നമ്മുടെ ആക്ച്വൽ സിനിമയുടെ ഒരു ഫ്ലേവർ ഉള്ള സോങ്ങുകളല്ല ഇത് രണ്ടും വന്നിട്ടുള്ളത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലും മാർത്തണ്ഡൻ ഒരു ബ്രില്യൻസ് ഇവിടെ വർക്ക് ചെയ്തു എന്നൊരു ഡൗട്ട്. കാര്യം കൂടുതൽ ഒരു ആകാംക്ഷ നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ട്രെയിലറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഫുൾ ലെങ്ത് ഒരു ഹ്യൂമർ സിനിമയാണ്. പക്ഷെ നമ്മൾ കണ്ട രണ്ട് സോങ്സും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോങ്സ് ആണ്. രാഹുൽ ബ്രോ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. വിജയലക്ഷ്മി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, ഗംഭീരമായിരുന്നു. ഈ സോങ് വിജയലക്ഷ്മി പാടിയ സോങ് നമ്മൾ ഷൂട്ടിനിടയ്ക്കും മാർത്താണ്ഡൻ നമ്മളായിട്ട് കേൾപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വളരെയധികം ഫീൽ ആയിട്ടുള്ളൊരു സോങ് ആയിട്ടുണ്ടെന്നുള്ളത്. ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് അഭിനയിക്കുന്ന എല്ലാ സിനിമകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ ചില സിനിമകൾ ചില കാരണങ്ങൾ കൊണ്ട് വളരെ പേഴ്സണലി നമുക്ക് കണക്ട് ചെയ്യും. അത്തരത്തിലുള്ളൊരു സിനിമയാണിത്. പ്രത്യേകിച്ച് മാർത്തുമായിട്ടുള്ളൊരു ബന്ധം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷൻ കൂടിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ആസ് ആൻ ആക്ടർ കുറെ നാളായിട്ട് വെട്ടും കുത്തും പേടിപ്പിക്കലും പിള്ളേരെ തല്ലലും കണ്ടു ചോപ്പിക്കലും ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു ക്യാരക്ടർ കുറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കറക്റ്റ് സമയത്താണ് മാർത്താണ്ഡനും ബിനു ശശിറാമും ഈ കഥ പറയാൻ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തതിന് മാർത്തുവിനോടും ബിനുവിനോടുള്ള പ്രത്യേകം നന്ദി. ഒപ്പം മോഹൻ ചേട്ടൻ, താങ്ക് യു മോഹൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. മോഹൻ ചേട്ടൻ ഇന്നൊരു കഥ ബിനു പറഞ്ഞപ്പോഴാണ്, നമ്മളൊരു ഇന്റർവ്യൂല് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത്രയ്ക്കും നിഷ്കളങ്കനാണ്. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മോഹൻ ചേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. കുറെ സമയം കഴിഞ്ഞൊരു ഉച്ചയാവുന്നതിന് മുൻപ് ബിനു മോഹൻചേട്ടനെ വിളിച്ചു, മോഹൻചേട്ടൻ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോഹൻചേട്ടൻ പറഞ്ഞു ഞാനും ഫാമിലിയോട് കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കവലയിലോട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പൊ ബിനു പറഞ്ഞു അയ്യോ നാരങ്ങ വെള്ളമൊക്കെ ചേട്ടൻ ഇവിടെ കിട്ടുമല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ സിനിമയില്? വാ വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. ഒന്നും അറിഞ്ഞുകൂടെ മോഹൻചേട്ടന്. അവസാനം എന്നാ മോഹൻചേട്ടൻ എന്ന പ്രൊഡ്യൂസറാണ്, എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് മാർത്താണ്ഡൻ ബാക്കപ്പം പറഞ്ഞു. മാർത്താണ്ഡന്റെ സ്വഭാവം അറിയാലോ, പെട്ടെന്ന് ഷൂട്ടെല്ലാം പെട്ടെന്ന് അടിച്ചു തീർക്കും. അപ്പൊ മോഹൻചേട്ടൻ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ സിനിമ നല്ലൊരു സിനിമയാണ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഒരു സ്പെഷ്യൽ പ്രെയർ ഫോർ യു. മോഹൻചേട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാവും. കാരണം അത്രയധികം മോഹൻചേട്ടൻ വളരെ ഇന്നസെന്റ് ഒരു പേഴ്സൺ ആണ്. ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നു, ഞങ്ങളെല്ലാവരും ടേക്ക് കെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. മാർത്താണ്ഡ ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സോങ് ഇതിനപ്പുറമായിരിക്കും സിനിമ. നമ്മൾ ഈ പേഴ്സണൽ ബന്ധങ്ങളൊന്നും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല. അവര് കാണുന്നത് അവര് മുടക്കുന്ന പൈസക്കൊപ്പമുള്ള ഒരു സിനിമ തിയേറ്ററിൽ ഉണ്ടാവും എന്നുള്ളതാണ്. 100% നമ്മൾ ഗ്യാരണ്ടി തരുന്നു. ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഈ സിനിമയിൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രഘുനാഥ് പലേരി സാർ, താങ്ക് യു സോ മച്ച്. സാറിനെ പരിചയപ്പെടണമെന്നും സാറിനെ കാണണമെന്നും ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം സാറിനെ നേരിൽ കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ സാറിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു സിനിമയ്ക്ക് സാർ വന്നതിൽ ഒരുപാട് താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. ഈ സോങ് എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സോങ്ങാണ്. ഈ സോങ് എനിക്ക് ഇതിനോട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ രാഹുലും ഞാനും തമ്മിൽ ചോട്ടാ മുംബൈ മുതലുള്ള ബന്ധമാണ്. ഞങ്ങൾ വളരെ ഞാൻ അൻവർ രാഹുൽ ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. അപ്പം ഈ സിനിമയിൽ എനിക്കൊരു ഇത്തരം ഒരു പാട്ട് വന്നു. ടൈറ്റിലൊരു ഓക്കെ അർജുൻ പോവാൻ തോന്നുന്നു. അർജുൻ താങ്ക് യു. ഒന്നുമല്ല, ഞാൻ ചെറിയൊരു പരിപാടി കൂടി പിടിച്ചിട്ടുണ്ടായി ഗ്യാപ്പില്, ഒരു ഗ്യാപ്പ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 5 മിനിറ്റ് പൊളിയാണെങ്കിൽ ഞാൻ നിൽക്കും. ഇല്ല 5 മിനിറ്റ് പൊക്കോട്ടെ. കാരണം എനിക്ക് അടുത്ത പടം ചെയ്യാണ്ട് എനിക്കൊരു ഡേറ്റ് കിട്ടും. നിങ്ങൾ കളയരുത്, ദൈവത്തെ പൊക്കോട്ടെ. വളരെയധികം സന്തോഷം. ഞാൻ ഒതുക്കത്തിൽ പതുക്കെ പോവാൻ ഇപ്പൊ കറക്റ്റായിട്ട് കയറി പിടിച്ച്. ഇപ്പൊ വളരെയധികം സന്തോഷം. വലിയ പ്രാർത്ഥന ഉണ്ടാവും. വലിയ സക്സസ്ഫുൾ ആവട്ടെ. തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ സിനിമയിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയിരുന്നു. ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വെച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഞാൻ എന്റെ അനിയന്റെ സ്ഥാനമാണെങ്കിലും ഞാൻ ഗുരുവായിട്ട് കാണുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഡയറക്ടർ അൻവർ റഷീദ്, അവൻ എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞപ്പോ ചോട്ടാ മുംബൈ റീ റിലീസിന്റെ ടൈമായിരുന്നു. അപ്പം ചോട്ടാ മുംബൈയുടെ റീ റിലീസിന്റെ ടൈമിൽ അവർ മ്യൂസിക്കിന് ഇരുന്ന സമയത്താണ് അൻവർ ഈ പാട്ട് കേട്ടത്. അൻവർ അപ്പത്തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ
തിയേ തലേവി എന്നുള്ള പാട്ട് കേട്ട് ഗംഭീരമായിട്ടുണ്ട്, അത് സൂപ്പർ ഹിറ്റാന്ന് പറഞ്ഞു. അതെനിക്ക് ആദ്യം കിട്ടിയ അംഗീകാരമാണ്. എനിക്ക് ഉറപ്പുണ്ട് രാഹുൽ ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ ഈ പാട്ട് ടൈറ്റിലാണ് വരുന്നത്. ഇപ്പൊ കണ്ട വിഷ്വല് പ്രൊമോഷന് വേണ്ടി എടുത്താണ്. അപ്പൊ ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് എന്റെ പ്രിയ സുഹൃത്തായ രശ്മി വിനോദാണ്. പ്ലീസ്, അതായത് ഞങ്ങൾ എനിക്ക് വേണ്ടി ഒരു കഥ എഴുതുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളിപ്പോ എന്റെ വർക്കിലാണ്. പ്രജേഷ് വെള്ളമൊക്കെ ചെയ്ത പ്രജേഷാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്, സോറി എഴുതുന്നത്, ഞാൻ ഡയറക്റ്റ് അതിന്റെ ഒരു പൈപ്പ് ലൈനിലാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു പാട്ട് കേട്ടത്. ഈ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ തന്നെ കൊറിയോഗ്രാഫി ചെയ്തത് നന്നായിരിക്കും. അവർ സിനിമയിൽ പാട്ട് സൗദിയിൽ സ്വന്തമായിട്ട് ഡാൻസ് സ്കൂൾ നടത്തുന്ന ഒരാളാണ്. രശ്മി മോള് ഒന്ന് മോളാണ് ഇതിനകത്ത് ലീഡ് ചെയ്തേക്കുന്നത് ഡാൻസിൽ. അപ്പൊ രശ്മി മോള് ഒന്ന് വേദിയിലേക്ക് വരണം. അത് വേറൊരു പ്രത്യേക രശ്മി എന്ന് വെച്ചാല് ഇന്ത്യൻ, അതായത് സൗദിയിൽ സ്വന്തമായിട്ട് വൈദേഹി നൃത്ത വിദ്യാലയം എന്ന വലിയ നൃത്ത വിദ്യാലയം നടന്ന ഒരു വലിയ പ്രതിഭയാണ്. അതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതയിലെ ഗീതോപദേശം ഇംഗ്ലീഷിൽ ബാലയാക്കി സൗദി എംബസി, ഇന്ത്യൻ എംബസിയിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരി ഡാൻസ് നൃത്തം അവതരിപ്പിച്ച് 4 മാസം മുമ്പ് നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോ ഇട്ട് അതിനെക്കുറിച്ച് പ്രത്യേകം എഴുതിയിരുന്നു. അത് നമ്മൾ പ്രത്യേകം ആയിട്ടാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇംഗ്ലീഷിൽ ചെയ്തപ്പോൾ അതിന്റെ അർജുന്റെയും കൃഷ്ണന്റെയും ശബ്ദം കൊടുത്തത് ശ്രീ ടിനിട്ടോമായിരുന്നു. അതും ഒരു സന്തോഷകരമായ കാര്യം. ഞങ്ങളാണ് ഇവിടെ ലാൽ മീഡിയ ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്കും അവിടുന്ന് എംബസിയിൽ ഞങ്ങൾക്ക് പ്രത്യേക അംഗീകാരമൊക്കെ തന്നിരുന്നു. അത് വലിയൊരു ഇതാണ്, അച്ചീവ്മെന്റ് ആണ്. ഇപ്പൊ ഞങ്ങളൊരു പുതിയ സിനിമ പ്രജേഷിന്റെ സ്ക്രിപ്റ്റിൽ അതും പുറകെ ഉള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോളാണ് ഇതിനകത്ത് ലീഡ് ചെയ്തിരിക്കുന്നത് ഡാൻസിൽ. ഡാൻസിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നവരാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ വന്നതിലും ഇത് കൊറിയോഗ്രാഫി ചെയ്ത് തന്നതിലും. ലക്ഷ്മിക്ക് രണ്ടു നമസ്കാരം. ടീം ഓട്ടംതുള്ളൽ. ഈ ഒരു വർക്ക് എനിക്ക് തന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എംബസി വർക്ക് ചെയ്യുന്നു, സെൻട്രൽ മിനിസ്റ്ററായിട്ട് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും മാർത്താണ്ഡ സാറിന്റെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം പുള്ളിക്ക് എല്ലാത്തിനും പുള്ളിയുടേതായിട്ടുള്ള ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് അല്ലേ? അതൊന്ന് തിരിച്ചു പറഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫ്രീഡം വേണം, സോങ് എനിക്ക് തന്നാൽ അത് ഞാൻ ഫുൾ കമ്പോസ് ചെയ്യും. എനിവേ താങ്ക്സ് എലോട്ട്. കാരണം പുള്ളിക്കാരെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു തന്നു. സോ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് എലോട്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടീം ഓട്ടംതുള്ളൽ. Thank you. Thank you. Thank you so much. I would also like to invite Dhanya Suresh, the song writer. ധന്യ സുരേഷ് ആണ് ഈ പാട്ട് എഴുതിയേക്കുന്നത്. ഇത് കൂടാതെ 3 പാട്ടും കൂടെ ധന്യ, ഇപ്പൊ ഇതിൽ വേറെ 2 പാട്ടുണ്ട്, അതിപ്പോ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ധന്യാണ് ആ പാട്ടൊക്കെ എഴുതിയത്. ധന്യ രാഹുൽ ആണ് എന്നെ പരിചയപ്പെടുത്തിയത്. നമുക്ക് നല്ലൊരു പാട്ട് എഴുതുന്ന ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഹുലാണ് പരിചയപ്പെടുത്തിയത്. ഞാൻ പാട്ട് വന്ന് കണ്ടപ്പോഴാണ് ഇത് ആരാ എഴുതിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ധന്യ സുരേഷ് എന്ന് പറഞ്ഞൊരു പുതിയ ആളാണ്. ഗംഭീര വരികളായിരുന്നു. ധന്യ നമുക്കൊക്കെ അറിയാം 90s പോലുള്ള പടങ്ങളിലെ പാട്ട് മ്യൂസിക് ഡയറക്ടറായ ഗോവിന്ദ് വസന്തയുടെ സിസ്റ്ററാണ്. എന്റെ കഴിഞ്ഞ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്. അന്നാണ് ഞാൻ അറിയുന്നത്. ഇതിന് വളരെ മനോഹരമായ പാട്ടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. സന്തോഷം. Big round of applause for Dhanya. എല്ലാവർക്കും നമസ്കാരം. ഈ ചിത്രത്തില് ഇതടക്കം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെ 2 സോങ്സ് അടക്കം ഒരു 3 പാട്ടെന്തോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യാനാണ് ആദ്യം എൻ്റെ അടുത്ത് രാഹുൽ രാജ് പറയുന്നത്. മാർത്താണ്ഡൻ എന്നൊരു ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിന് പാട്ട് എഴുതണം. അപ്പൊ നോർമൽ ഒരു പാട്ടായിട്ട് നീ ഇതിനെ കാണരുത്. അദ്ദേഹം വാക്കുകള് ആണ് ശ്രദ്ധിക്കുക. നീ എഴുതുന്ന വാക്കുകളില് എപ്പോഴും കേൾക്കുന്ന വാക്കാണ് എന്ന് തോന്നിയാൽ അത് റിജക്ട് ചെയ്യും. ഇനി എന്ത് നല്ല വാക്ക് എഴുതിയാലും ആളത് റിജക്ട് ചെയ്യും. അപ്പോ അദ്ദേഹത്തിന് പുതുമ തോന്നുന്ന വരികളായിരിക്കണം എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ട് എഴുതിയ ശ്രമമാണത്. അതൊരു 6-8 വരി കൊടുത്തപ്പോ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അദ്ദേഹം ഓക്കെ പറഞ്ഞപ്പോ പിന്നെ ധൈര്യമായി. അപ്പൊ പിന്നെ ഒരു 8 വരിയും കൂടി എഴുതി, 16 വരിയെന്ന് തോന്നുന്നു ഈ പാട്ടുള്ളത്. അങ്ങനെ ഒരു പാട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2, അതിലെ ഏറ്റവും വലിയ ഭാഗ്യം വിദ്യാധരൻ മാഷ് പാടാൻ വേണ്ടിയിട്ട് എനിക്ക് വരി എഴുതാൻ പറ്റി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു ആറാട്ടുപുഴക്കാരനാണ്. അദ്ദേഹത്തിന്